നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുന്ന കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്പോൺസറും അർജന്റീന ടീമും കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാവുമെന്നും ആശങ്ക ഒഴിവാക്കാനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കാത്തിരിപ്പിന് വിരാമമിട്ട് ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്നം പൂവണിയുകയാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തും. ഫുട്ബോൾ മാനേജ്മെന്റുമായി സംയുക്തമായ പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കുറേ കാലമായി നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോൾ രാജാവിനെ അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസറും അർജന്റീൻ ടീമുമായി കരാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാച്ച് ഫീ അടച്ചു എന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇനി അർജന്റീൻ ഫുട്ബോൾ മാനേജ്മെൻറ്റ് കേരളത്തിലെത്തി ഈ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് മെസ്സിയും അർജന്റീനൻ ടീമും ഈ ഒരു മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക, അത്തരം കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സർക്കാർ ചെയ്യും. വലിയ രീതിയിലുള്ള ആശങ്ക ഫുട്ബോൾ പ്രേമികളുണ്ടായിരുന്നു. അത്തരത്തിലൊരു ആശങ്ക വേണ്ട എന്നറിയിക്കാനാണ് നമ്മൾ അത്തരത്തിൽ പോസ്റ്റ് ഇട്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അത് സംയുക്തമായി തന്നെ അത് അറിയിക്കും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ. ആദ്യമായാണ് ലയണൽ മെസ്സി കേരളത്തിലെത്തുന്നത്. സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.